നമസ്കാരം. നമ്മൾ വെക്കുന്നത് വെജിറ്റബിൾ കറിയാണ്. വെജിറ്റബിളിൽ കുറച്ച് വെണ്ട ഇട്ടിട്ടുണ്ട്, പിന്നെ പീച്ചിങ് അഥവാ പൊട്ടിക്ക, ചെറിയൊരു കഷ്ണം ചുരങ്ങ, പിന്നെ പച്ചമുളക് ഉപയോഗിച്ചിട്ടുണ്ട്. പച്ചമുളകിൻ്റെ കുരു കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം അതിൻ്റെ തോല് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ പച്ചമുളകിൻ്റെ. പിന്നെ അതിൽ തന്നെ നമുക്ക് കുറച്ച് ഉണ്ണിക്കാമ്പും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വെജിറ്റബിൾ കറിയിൽ ഉണ്ണിക്കാമ്പ് എങ്ങനെ ഉൾപ്പെടുത്താനും കൂടി നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നതിന് നോക്കാം. അപ്പോൾ അല്പം ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിൽ കുറഞ്ഞ വേവിൽ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നോക്കാം. കുറച്ച് വെള്ളം വെച്ച് നമുക്കതിലേക്ക് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്. പിന്നെ പാതി വേവിൽ വേവിച്ചെടുക്കാം. നമ്മളെ കറിക്ക് അല്പം ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്ലാക്സ് സീഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് നല്ല ഒമേഗ കണ്ടന്റുള്ള സാധനമാണ്. അതുമാത്രമല്ല നമുക്ക് തേങ്ങയുടെ അളവും വേണമെങ്കിൽ കുറയ്ക്കാം, നല്ല കട്ടി കിട്ടും കറിക്ക്. അതേപോലെ അതിൽ അല്പം പെപ്പർ, ഉണങ്ങിയ കുറച്ച് പെപ്പർ ഇട്ടിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ തേങ്ങ, പിന്നെ ഒരു നെല്ലിക്ക, പിന്നെ അല്പം ഇഞ്ചി, പിന്നെ നമുക്ക് കറിക്കൊരു ഷോവിനും കൂടിയിട്ട് ഞാൻ മധുര ചീരയില, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് മധുര ചീരയിലാണ് ഉപയോഗിച്ചത്. അതുമാത്രമല്ല നമുക്ക് ഭക്ഷണത്തിൽ ഇലയും കൂടി ഉൾപ്പെടുത്താമെന്നുള്ള രീതിയിലാണ് ഇലയും കൂടി ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയും നെല്ലിക്ക, ഇഞ്ചി, കുരുമുളക്, ഫ്ലാക്സ് സീഡും കൂടി നമുക്ക് മിക്സിയിലിട്ട് വെള്ളം ഉപയോഗിക്കാതെ ഒന്ന് പൊടിച്ചെടുക്കുന്നു. എന്നിട്ട് അതിലേക്ക് ചട്ടിയിലേക്ക് മാറ്റി നോക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം ഓക്കെ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ഒരു കുറച്ച് കുതിരവാലി എന്ന് പറഞ്ഞ ഒരു മില്ലറ്റും കൂടി ഉപ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തി കഴിക്കാം. ഈ കറി തികച്ചും വേറെ ഒരു പ്രയാസങ്ങളും ഉണ്ടാക്കൂല. നല്ല ദഹനവും നല്ല പോഷകാംശവും കിട്ടുന്ന നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. ഇതിൽ പ്രത്യേക വറവും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, പ്രത്യേക വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല. ആ തേങ്ങ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട ടേസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് അല്പവും ഉപ്പും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തികച്ചും സ്വാദിഷ്ടമാണ്.